ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിനാശകരവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇന്ന് കടന്നുപോകുന്നത്. 3 പതിറ്റാണ്ടിലധികം ഇറാന്റെ പരമോന്നത ആത്മീയ രാഷ്ട്രീയ നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ടതോടെ മേഖലയിൽ ഒരു മഹായുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കേവലം ഒരു വ്യക്തിയുടെ വധം എന്നതിലുപരി ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ ആക്രമണം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ശനിയാഴ്ച പുലർച്ചെ നടന്ന ഈ ആക്രമണം സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് അറ്റാക്കായി വിശേഷിക്കപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നേരിട്ട് മേൽനോട്ടം വഹിച്ച ഈ ദൗത്യത്തിന് പിന്നിൽ മാസങ്ങൾ നീണ്ട ഇന്റലിജൻസ് നിരീക്ഷണം ഉണ്ടായിരുന്നു. ഖമേനി എപ്പോഴൊക്കെ തന്റെ ഓഫീസിൽ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന്റെ ഭൂഗർഭ ബങ്കറുകളുടെ ഘടന എങ്ങനെയുള്ളതാണെന്നും ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയും ചാരന്മാരിലൂടെയും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഏകദേശം 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാനിലെ 500ഓളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഖമേനിയുടെ ഔദ്യോഗിക വസതിയും ഓഫീസും ലക്ഷ്യമാക്കി 30ലധികം ബങ്കർ ബസ്റ്റർ മിസൈലുകൾ തുടർച്ചയായി വർഷിച്ചു. യാതൊരു പഴുതും നൽകാതെ നടത്തിയ ഈ ആക്രമണത്തിൽ ഖമേനിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തൽക്ഷണം കൊല്ലപ്പെട്ടു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഇതിന്റെ ചിത്രം നെതന്യാഹു പുറത്തുവിട്ടതോടെയാണ് മരണം ഔദ്യോഗികമായി ലോകമറിഞ്ഞത്. ഖമേനിയെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നില്ല ഈ നീക്കം. ഇറാന്റെ സൈനിക ശൃംഖലയെ പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു സഖ്യസേനയുടെ ലക്ഷ്യം. ആക്രമണത്തിൽ ഖമേനിയോടൊപ്പം കൊല്ലപ്പെട്ട പ്രമുഖർ ഇവരാണ്: അസീസ് നസീർ സാദെ, ഇറാന്റെ പ്രതിരോധ മന്ത്രി, സൈനിക തന്ത്രങ്ങളുടെ ആസൂത്രകൻ മുഹമ്മദ് പക്പൂർ, IRGC ഗ്രൗണ്ട് ഫോഴ്സ് കമാൻഡർ അലി ഷംഖാനി, ഇറാന്റെ സുരക്ഷാ ഉപദേശകൻ. ഖമേനിയുടെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ മകൾ, മരുമകൻ, പേരക്കുട്ടി എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട 40ഓളം പ്രമുഖർ ഒരേ സമയം വധിക്കപ്പെട്ടത് രാജ്യത്തെ നേതൃത്വമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ പ്രസിഡന്റും ജുഡീഷ്യറി മേധാവിയും ഉൾപ്പെടുന്ന 3അംഗ താൽക്കാലിക സമിതിയാണ് ഭരണം നിയന്ത്രിക്കുന്നത്. ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മൊജ്തബ ഖമേനിയെ അടുത്ത പരമോന്നത നേതാവായി പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സൈന്യത്തിനുള്ളിലെ ഭിന്നതകൾ വെല്ലുവിളിയാകുന്നു. തങ്ങളുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലും രോക്ഷത്തിലും ഇരിക്കുന്ന ഇറാൻ വിപ്ലവ ഗാർഡ് അതിശക്തമായി തിരിച്ചടി ആരംഭിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഓപ്പറേഷൻ എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ താവളങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ അയച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ 27 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നിലവിൽ ഇറാന്റെ മിസൈൽ പരിധിയിലാണ്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, UAE താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കൂടാതെ ഇസ്രയേലിലെ ടെല്ലവീവിനെ ലക്ഷ്യമാക്കിയും മിസൈലുകൾ പ്രഹരിക്കുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക ചാനലായ പ്രസ് TVയിലെ അവതാരകൻ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞത് രാജ്യത്തെ ജനങ്ങളുടെ മാനസിക അവസ്ഥയും പ്രതിഫലിപ്പിക്കുന്നു. ഇറാന്റെ ഭീഷണികളെ വകവയ്ക്കാതെ അതിശക്തമായ ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: അവർ പ്രകോപിപ്പിക്കാൻ മുതിർന്നാൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ശക്തിയോടെ ഞങ്ങൾ അവരെ തകർക്കും. ഇറാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകും. അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇറാന്റെ ഏതൊരു നീക്കത്തെയും 10 ഇരട്ടി ശക്തിയിൽ നേരിടാൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കും വരെ ഈ സൈനിക നടപടി തുടരുമെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയതോടെ ഇറാൻ സ്വീകരിച്ച ഏറ്റവും വലിയ നടപടി ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഈ പാത അടച്ചതോടെ ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റവും ദൃശ്യമായി. എണ്ണവില ബാരലിന് $100 മുകളിൽ കടന്നത് ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. വിതരണ ശൃംഖല തടസ്സപ്പെട്ടതോടെ പല വികസിത രാജ്യങ്ങളിലും ഇന്ധനക്ഷാമം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത് ലക്ഷക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ദുബായ്, കുവൈറ്റ്, ബഹ്റൈൻ വിമാനത്താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ വ്യോമ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. സമുദ്ര വ്യാപാര പാതകൾ അപകടത്തിലായതോടെ ചരക്ക് നീക്കവും പ്രതിസന്ധിയിലായി. ഇറാനിൽ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടെഹ്റാനിലെ എൻകലാബ് സ്ക്വയറിലും കർബലയിലെ ഇമാം ഹുസൈൻ പള്ളിയിലും ഖമേനിയുടെ ചിത്രങ്ങളുമായി വിലാപയാത്രകൾ നടക്കുന്നു. അമേരിക്കയ്ക്കും ഇസ്രയേലിനും നാശം എന്ന മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. വിപ്ലവ ഗാർഡിന്റെ ആത്മവീര്യം തകർന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ അവർക്ക് ഉടൻ തന്നെ വലിയൊരു സൈനിക വിജയം ആവശ്യമാണ്. അതേസമയം ഇറാന്റെ പഴയ രാജകുടുംബം ഈ മാറ്റത്തെ പുതിയ യുഗം എന്നാണ് വിശേഷിപ്പിച്ചത്. രാജഭരണത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇറാൻ ജനത രണ്ടാണോ അതോ ഭരണകൂടത്തോടൊപ്പം നിൽക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ പ്രക്ഷോഭങ്ങൾ വ്യക്തമാക്കും. നിലവിലെ സാഹചര്യവും ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഇറാനെ സഹായിക്കാൻ റഷ്യയോ ചൈനയോ രംഗത്ത് വന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകും. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ ഇറാനെ ലക്ഷ്യമിടുന്നതിനാൽ മറ്റ് രാജ്യങ്ങൾ കരുതലോടെയാണ് നീങ്ങുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കാമെന്ന ഭീതിയിലാണ് ലോകം. ഇറാന്റെ വൻ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് IRGC അറിയിച്ചിട്ടുമുണ്ട്. അത് അമേരിക്കൻ നഗരങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്കോ ആകാം.
എന്നാൽ അത് ഇറാന്റെ സമ്പൂർണ്ണ നാശത്തിലേക്കാണോ നയിക്കുകയെന്നത് കണ്ടറിയണം. അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിന്റെ അവസാനമാണ്. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ പടുത്തുയർത്തിയ അധികാര സംവിധാനങ്ങൾ ഒന്നൊന്നായി തകർക്കപ്പെടുകയാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള നടപടിയാണെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു വൻ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹോർമുസ് കടലിടുക്കിലെ എണ്ണ ടാങ്കറുകൾ മുതൽ ഗൾഫ് നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ വരെ യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്നത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നതിനാണ്.